ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരീ സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എൻ്റെ വസ്ത്രത്തിൽ തൊട്ടത് ആര് എന്നതിനെ പറ്റിയാണ്. ഒരുപാട് തവണ ബൈബിളിൽ വായിക്കുകയും ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്തിട്ടുള്ള ഈ ഒരു വിഷയം നമ്മളിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ആംഗിളിൽ കൂടി നോക്കിക്കാണാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നിങ്ങൾക്കും കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ അത്ഭുതങ്ങളിൽ ഒരുപാട് ആത്മീയ സത്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്ന ഒരു അത്ഭുതമാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന 12 വർഷമായി രക്തസ്രാവം മൂലം വിഷമിച്ചിരുന്ന സ്ത്രീയെ ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നു. ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ചല്ല, പകരം മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ്. ഈ സ്ത്രീ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്: ഡോക്ടർമാരെല്ലാം എന്നെ കൈവിട്ടു, ഞാൻ സമൂഹത്തിൻ്റെ നിയമപ്രകാരം ജനമധ്യത്തിൽ ഇറങ്ങി നടക്കുവാൻ അധികാരം ഇല്ലാത്തവളാണ്, അഥവാ അനുവാദമില്ലാത്തവളാണ്. എനിക്ക് സമൂഹം വിലക്ക് കൽപ്പിച്ചിരിക്കുന്നു, ആൾക്കൂട്ടത്തിൽ എനിക്ക് ഇറങ്ങി നടന്നുകൂടാ, ഞാൻ ആരെയും തൊട്ടുകൂടാ, എന്നെയും ആരും തൊട്ടുകൂടാ, തൊട്ടാൽ അവരൊക്കെ അശുദ്ധരാകും. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോവാണ്. ആരും അറിയാതെ ഞാൻ യേശുവിൻ്റെ പുറകിലൂടെ ചെന്ന് വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യം മേടിച്ചിട്ട് യേശു പോലും അറിയാതെ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിൽ ചെല്ലും. ഇതായിരുന്നു അവൾ ഉള്ളിലെടുത്തിരുന്നൊരു തീരുമാനം. യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട് യേശു പോലും അറിയാതെ ഞാൻ തിരിച്ചു വരും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇതിന് തികച്ചും വിരുദ്ധമായിട്ട് കാര്യങ്ങൾ നടക്കുകയാണ്. സൗഖ്യം കിട്ടി അവൾ പോകാൻ അനുവദിക്കാതെ യേശു ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്: ആരോ എന്നെ തൊട്ടു, സൗഖ്യം കിട്ടിയ ആൾ മുമ്പിലോട്ട് വരിക. സാധാരണ ഒരിക്കലും യേശു ഇങ്ങനെ ചെയ്യാത്തതാണ്. പക്ഷേ ഇവിടെ യേശു അവളെ കൊണ്ട് സാക്ഷ്യം പറയിക്കുകയാണ്. സാധാരണ ചെയ്ത കാര്യം ആരോടും പറയരുതെന്നും പറഞ്ഞാണ് യേശു വിടാറുള്ളത്. ഇവിടെ നേരെ തിരിച്ച് അവളോട് എല്ലാവരും കേൾക്കെ അവളുടെ സാക്ഷ്യം പറയാനായിട്ട് പറയുകയാണ്. സത്യത്തിൽ ഇതല്പം ഹ്യൂമിലിയേറ്റിംഗ് ആണ് എന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ബ്ലീഡിങ് മൂലം വിഷമിക്കുന്ന ഒരു സ്ത്രീയെ, രക്തസ്രാവം മൂലം വിഷമിക്കുന്ന ഒരു സ്ത്രീയെ ജനക്കൂട്ടത്തിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി എനിക്ക് രക്തസ്രാവമായിരുന്നുവെന്നും ഞാനിപ്പോൾ സുഖപ്പെട്ടിരിക്കുന്നുവെന്നും യേശു പറയിച്ചത് ക്രൂരതയായി പോയില്ലേ എന്ന് വിമർശിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു സ്നേഹമാണ്, യേശു ദൈവമാണ്, ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് ദൈവത്തിൽ നിന്നും ഒരിക്കലും സ്നേഹത്തിന് വിരുദ്ധമായത് ഒന്നും വരത്തില്ല. ഇവിടെ വളരെ വ്യക്തമായ ഒരു മെസ്സേജാണ് യേശു നമുക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, അവൾ ഒരു തെറ്റായ ബോധ്യത്തോടുകൂടി തിരിച്ചു വീട്ടിലേക്ക് പോകുവാൻ യേശു ആഗ്രഹിച്ചില്ല, യേശു അത് അനുവദിച്ചില്ല. അവളുടെ വിശ്വാസം തീർച്ചയായിട്ടും വലുതായിരുന്നു, എങ്കിലും അവളുടെ വിശ്വാസത്തിനൊരു കുഴപ്പമുണ്ടായിരുന്നു. അവൾ ചിന്തിച്ചെന്താണെന്നറിയാമോ? യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് എന്തോ മാജിക് പോലത്തെ പവറുണ്ട്, എന്തോ ഒരു ശക്തിയുണ്ട്. അതിൽ തൊട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൗഖ്യം കിട്ടും. അതിന് യേശു പോലും അറിയേണ്ട കാര്യമില്ല. യേശു പോലും അറിയാതെ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട് എനിക്ക് സൗഖ്യം മേടിച്ച് തിരിച്ചു പോകാം. പ്രിയപ്പെട്ടവരെ, യേശുവിനെ അറിയിക്കാതെ തന്നെ സൗഖ്യം കിട്ടാം എന്നാണ് അവൾ ചിന്തിച്ചിരുന്നത്. ഈ വസ്ത്രത്തിൻ്റെ അറ്റത്തുള്ള ഒരു മാജിക്കൽ ശക്തി, ഇതൊരു തെറ്റായ ബോധ്യമായി മാറിയേനെ. മാത്രമല്ല, യേശു അവളുടെ വീട്ടിൻ്റെ അടുത്ത് എങ്ങാനും വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അവൾ ഭയം കൊണ്ട് വിറയ്ക്കുമായിരുന്നു. കാരണം യേശു അറിയാതെയാണ് ഞാൻ സൗഖ്യം അടിച്ചു മാറ്റിയത്. മാത്രമല്ല, ആൾക്കൂട്ടത്തിൽ ഇറങ്ങാൻ അനുവദിക്കപ്പെടാത്ത ഞാൻ ആളുകളുടെ മധ്യത്തിൽ ചെന്ന് അനേകരെ തൊട്ട് അശുദ്ധമാക്കി ഇനി എന്തൊക്കെ പുലിവാലാണ് പിടിക്കുന്നത്. അതുകൊണ്ട് യേശു തൻ്റെ വീട്ടിൻ്റെ അടുത്തെങ്ങാനും വരുന്നു കേൾക്കുമ്പോൾ തന്നെ ജീവിതകാലം മുഴുവൻ ഒരു കുറ്റബോധത്താലും നിരാശയാലും ഇവൾ പിടിക്കപ്പെട്ട് ഇവളുടെ ജീവിതം വിഷമത്തിലായി പോകുമായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ സൗഖ്യം കിട്ടുമെന്നല്ലാതെ സന്തോഷവും സമാധാനവും അവൾക്കൊരിക്കലും കിട്ടുമായിരുന്നില്ല. തെറ്റായ ഒരു ബോധ്യത്തോടു കൂടി പോകുമായിരുന്നു. ഈശോ ഇത് അടിച്ചു പൊട്ടിക്കുകയാണ്. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു. മൈ പീപ്പിൾ പെരിഷ് ഡ്യൂ ടു ലാക്ക് ഓഫ് നോളജ്. എൻ്റെ ജനം അറിവില്ലാത്തത് മൂലം നശിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാനും നിങ്ങളും നശിക്കുന്നെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം
ദൈവത്തിൻ്റെ വചനത്തിലുള്ള അറിവില്ലായ്മ, ദൈവം ആരാണെന്നുള്ള അറിവില്ലായ്മയാണ്. കർത്താവ് ചങ്കത്തടിച്ചുകൊണ്ട് പറയാണ്, നെഞ്ചിൽ കൈവച്ച് പറയാണ്, എൻ്റെ ജനം, സ്നേഹത്തോടെ പറയുന്നത്, മൈ പീപ്പിൾ, എൻ്റെ ജനം നശിക്കുന്നു, അറിവില്ലായ്മ മൂലം എൻ്റെ ജനം നശിച്ചു പോകുന്നു. വീണ്ടും മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ വചനമോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൗഖ്യവും മേടിച്ചുകൊണ്ട് ഒരു തെറ്റായ ബോധ്യത്തോടു കൂടി പോയി ജീവിതകാലം മുഴുവൻ ദുഃഖത്തിലും കുറ്റബോധത്തിലും കുനിഞ്ഞ ശിരസുമായി ജീവിക്കേണ്ട അവളെ ഈശോ സാക്ഷ്യം പറയിച്ചുകൊണ്ട് ശരിയായ ബോധ്യത്തിലേക്കും ശരിയായ സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ആൾക്കാർ കേട്ടാലും കുഴപ്പമില്ല, അവൾ സാക്ഷ്യം പറയണമെന്ന് കർത്താവ് വാശിപ്പിടിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൾക്ക് ആ സമയത്ത് അല്പം വേദനയുണ്ടായിരുന്നെങ്കിലും അവൾക്കൊരു കാര്യം മനസ്സിലാവുകയാണ്, ഈശോയുടെ വസ്ത്രത്തിൽ തൊട്ടാൽ ഈശോ അറിയും, ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടാലും ഈശോ അറിയും. അതായത് അവളുടെ തെറ്റായ ബോധ്യങ്ങൾ മാറി അവൾ ശരിയായ ബോധ്യത്തിലേക്ക് കടന്നു വന്നു. യഥാർത്ഥ സന്തോഷവും അഭിഷേകവും സമാധാനവും അവൾ അനുഭവിച്ചു. 2, യേശു അവളെ കൊണ്ട് സാക്ഷ്യം പറയിച്ചതിൻ്റെ 2-ാമത്തെ കാരണം, സൗഖ്യം കിട്ടി വീട്ടിൽ പോകുന്ന അവൾ സൗഖ്യം കൊടുത്ത കർത്താവിനെ രുചിച്ചറിയാതെ പോകാവുന്ന ഒരു അപകടമുണ്ടായിരുന്നു. യേശു അതിനെ ഒഴിവാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഞാനിത് കണ്ടിട്ടുണ്ട്. ആളുകൾ രോഗശാന്തി മേടിച്ചെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അഭിഷേകമുള്ള ധ്യാനഗുരുവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു. രോഗശാന്തി കിട്ടിക്കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ബ്ലേഡ് പരിപാടി തുടങ്ങുന്നു, അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ വ്യഭിചാരം ചെയ്യുന്നു, അല്ലെങ്കിൽ 3 ആഴ്ച കഴിയുമ്പോൾ ബ്ലൂ ഫിലിം കാണുന്നു. ഈ തളർന്ന കിടപ്പിൽ കിടന്നപ്പോൾ ഈ പാപങ്ങളൊന്നും ചെയ്യാതിരുന്ന വ്യക്തി സൗഖ്യം കിട്ടി 3 ആഴ്ച 4 ആഴ്ച കഴിയുമ്പോൾ സൗഖ്യം ഏറ്റെടുക്കുന്നു, ദൈവത്തെ മറന്നു പോകും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ധ്യാനങ്ങളിൽ നമുക്ക് അനുഗ്രഹം കിട്ടുന്നത് വളരെ നല്ലതാണെങ്കിലും അനുഗ്രഹത്തെക്കാൾ ഉപരി നമ്മൾ സ്വന്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് ദൈവത്തെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്വന്തമാക്കാതെ അനുഗ്രഹം സ്വന്തമാക്കാൻ ധ്യാന കേന്ദ്രങ്ങളിൽ ആളുകൾ ഓടിക്കൂടുന്നതിനാൽ പലപ്പോഴും അവർക്ക് അനുഗ്രഹം കിട്ടുന്നു, ദൈവത്തെ കിട്ടുന്നില്ല. അതുകൊണ്ട് ജനം വീണ്ടും പാപം ചെയ്യുന്നു, വീണ്ടും പ്രശ്നമുണ്ടാകുന്നു, ധ്യാനത്തിന് പോകുന്നു, അനുഗ്രഹം കിട്ടുന്നു, വീണ്ടും തിരിച്ചു വരുന്നു, പാപം ചെയ്യുന്നു. ഈ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു, ആംബുലൻസ് വരുന്നു, ആശുപത്രിയിൽ പോകുന്നു, സൗഖ്യം കിട്ടുന്നു, 2 ആഴ്ച കഴിയുന്നു, ആക്സിഡൻറ്റ് വീണ്ടും ഉണ്ടാകുന്നു, വീണ്ടും ആംബുലൻസ് വിളിക്കുന്നു, വീണ്ടും ആശുപത്രിയിൽ പോകുന്നു. ഈ കളി നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണിപ്പോൾ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിവിടെ അബദ്ധം പറ്റിയേനെ. ഇവൾ സൗഖ്യവും വാങ്ങിച്ച് യേശുവിനെ രുചിച്ചറിയാതെ പോകുമായിരുന്നു. അതുകൊണ്ട് യേശു അവളെ വിളിച്ചു, ആരാണ് എന്നെ തൊട്ടത്? ഭയന്ന് വിറച്ചാണ് അവൾ മുൻപിലോട്ട് വരുന്നത്. അവൾ വിചാരിച്ചത് ഇങ്ങനെയാണ്, യേശു എല്ലാം അറിഞ്ഞു കഴിഞ്ഞു, ഇപ്പോൾ യഹൂദ നിയമം തെറ്റിച്ചതിന്, സമൂഹത്തിൻ്റെ നിയമം തെറ്റിച്ചതിന് നീ അനേകരെ തൊട്ട് അശുദ്ധമാക്കിയല്ലോടി എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ വഴക്ക് പറയും, അവളെ ശകാരിക്കും, അവളെ തിരുത്തും എന്ന് പറഞ്ഞ് ഭയത്തോടെ വന്നപ്പോൾ യേശു അവളെ വിളിച്ചു, മകളേ. ബൈബിൾ ഞാൻ അരച്ച് കലച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചു കേട്ടോ. മത്തായി സുവിശേഷം മുതൽ വെളിപാട് വരെ പുതിയ നിയമം വായിച്ചു. ഈശോ തൻ്റെ സുവിശേഷത്തിൽ, തൻ്റെ ജീവിതത്തിൽ മകളേന്ന് വിളിച്ച് ഈ ഒരൊറ്റ ആളെ മാത്രമേ ഉള്ളൂ. വേറെ എങ്ങും ഒരാളെപ്പോലും മകളേന്ന് വിളിച്ചതായിട്ട് കാണുന്നില്ല. ഒരേ ഒരു വ്യക്തി, അത് രക്തസ്രാവക്കാരി സ്ത്രീയാണ്. നിങ്ങൾ വേണേൽ വായിച്ചു നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഭയന്ന് വിറച്ച് അവൾ കേൾക്കുന്നത് നാഥൻ്റെ ഇമ്പ ശബ്ദമാണ്, സ്നേഹത്തിൻ്റെ ശബ്ദമാണ്, മധുര ശബ്ദമാണ്. വാത്സല്യം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന മകളേ എന്നുള്ള വിളി അവൾ കേൾക്കുകയാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാമത്തെ തിരുവചനം, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. സൗഖ്യം മാത്രം കിട്ടി അവൾ പോയിരുന്നെങ്കിൽ മകളെ എന്നുള്ള വിളി അവൾക്ക് കേൾക്കാൻ പറ്റുമായിരുന്നോ? കേൾക്കാൻ പറ്റത്തില്ലായിരുന്നു. സൗഖ്യം കിട്ടി ആരും അറിയാതെ അവൾ മുങ്ങിയിരുന്നെങ്കിൽ ദൈവം തന്നെ സ്നേഹിക്കുന്നുവെന്നും ദൈവം തൻ്റെ അപ്പനാണെന്നുമുള്ള ബോധ്യം അവൾക്ക് കിട്ടുമായിരുന്നോ? കിട്ടത്തില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ. അവൾക്ക് വലിയ നഷ്ടം സംഭവിക്കുമായിരുന്നു. ആ നഷ്ടം സംഭവിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് രക്തസ്രാവക്കാരിക്ക് അല്പം വേദന ഉണ്ടാകുമെങ്കിലും എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവളെ മുൻപിലോട്ട് കയറ്റി നിർത്തി അവളെ കൊണ്ട് കർത്താവ് സാക്ഷ്യം പറയിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം പറയുന്നു, ദൈവം നമുക്ക് നിത്യജീവൻ നൽകി, ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്, പുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു, ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന്
ജീവനില്ല. അവൻ മരിച്ച മനുഷ്യനാണ്. അവൻ്റെ പാപത്തിൽ നിന്ന് മോചനം കിട്ടാത്തവനാണ്. ഹീസ് എ ഡെഡ് മാൻ. അവൻ മരിച്ച ഒരു ജീവിക്കുന്ന ശവം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അവനിൽ ദൈവത്തിൻ്റെ ജീവനില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ രക്തസ്രാവക്കാരി സ്ത്രീ അവളുടെ ബ്ലീഡിങ് മാറി യേശുവിനെ അനുഭവിക്കാതെ പോയിരുന്നെങ്കിൽ അവൾ പാപത്തിൽ മരിച്ചവളായിട്ട് പോകുമായിരുന്നു. ശരീരത്തിൽ സൗഖ്യം കിട്ടുമായിരുന്നു. പാപത്തിൽ നിന്ന് മോചനവും ഇല്ല. അവൾ മരിക്കുമ്പോൾ നരകത്ത് പോകുമായിരുന്നു. യേശു അവളെ കൊണ്ട് മനഃപൂർവ്വം സാക്ഷ്യം പറയിച്ചപ്പോൾ അവൾ യേശുവിനെ സ്വന്തമാക്കി. ഇവിടെ ദൈവം പറയാണ്, നിത്യജീവൻ അവൾ സ്വന്തമാക്കി. ശരീരത്തിൻ്റെ സൗഖ്യം മാത്രമല്ല അവൾ സ്വന്തമാക്കിയത്, അവൾ നിത്യജീവൻ സ്വന്തമാക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കഴിഞ്ഞ 16 വർഷമായിട്ട് ദൈവത്തിൻ്റെ സുവിശേഷം ഞാൻ പ്രസംഗിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ കാണുവാനും അനുഭവിക്കുവാനും ഒരുപാട് വചനത്തിൻ്റെ ആഴങ്ങൾ പഠിക്കാനും ഒക്കെ ദൈവം ഈ കാലയളവ് കൊണ്ട് ഭാഗ്യം തന്നു. ഇനി ഒത്തിരി പഠിക്കാനുണ്ട്, അത് ഞാൻ തുറന്ന് സമ്മതിക്കുന്നു. ഇപ്പം പഠിച്ചതിൻ്റെ 10,000 ഇരട്ടി പഠിക്കാനുണ്ട്. പക്ഷേ ഞാൻ കണ്ടെത്തിയ വലിയൊരു സത്യം ഇതാണ്. ഞാൻ ധ്യാനങ്ങളിൽ രോഗശാന്തി കണ്ടിട്ടുണ്ട്, ആളുകളുടെ കടബാധ്യത മാറുന്നത് കണ്ടിട്ടുണ്ട്, അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. മരിച്ചവർ ഉയർക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അല്ലാത്ത ഒരുപാട് അത്ഭുതങ്ങൾ പല ധ്യാന ഗുരുക്കന്മാരുടെ ശുശ്രൂഷയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നടുവേദന മാറുന്ന ആൾക്ക് അടുത്ത ആഴ്ച മൂക്കിൽ വേദന വരും. മൂക്കിൽ വേദന മാറുന്ന ആൾക്ക് അടുത്ത ആഴ്ച ചെവിയുടെ അകത്ത് പഴുപ്പ് വരും. ചെവിയുടെ അകത്ത് പഴുപ്പ് വരുന്ന ആൾക്ക് അടുത്ത ആഴ്ചയാകുമ്പോൾ മുട്ടുവേദന വരും. അടുത്ത വർഷം കഴിയുമ്പോൾ ഉപ്പൂറ്റിക്ക് വേദന വരും. അത് കഴിഞ്ഞ് 3 കൊല്ലം കഴിയുമ്പോൾ പെടലിക്ക് ഉളുക്ക് വരും. അത് കഴിയുമ്പോഴത്തേക്ക് തലമുടി കൊഴിയാൻ തുടങ്ങും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കുന്നത് വരെയും മനുഷ്യൻ്റെ ശരീരത്തിൽ രോഗങ്ങൾ ഒന്നല്ലെങ്കിൽ വേറൊന്ന് എവിടെ വെച്ച് വേണമെങ്കിലും വരാം. വയറ്റുവേദന മാറിക്കിട്ടുന്നവന് കുറച്ച് കഴിയുമ്പോൾ തലവേദന പിടിക്കുന്നു. ഇതിങ്ങനെ പോവുകയാണ്. രോഗശാന്തി ദൈവത്തിൻ്റെ ദാനമാണ്. ഞാനതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവം വരങ്ങൾ കൊടുത്തിരിക്കുന്ന ശുശ്രൂഷകരെ ബഹുമാനിക്കുന്നു. അങ്ങനെയുള്ള ധ്യാനങ്ങൾ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ ഏറ്റവും വലിയ അനുഗ്രഹം രോഗശാന്തിയാണ് എന്ന മട്ടിൽ നമ്മൾ ചിന്തിക്കുന്നത് ശരിയല്ല. രോഗശാന്തി ഏറ്റവും വലിയ അനുഗ്രഹമല്ല, പക്ഷെ അനുഗ്രഹമാണ്. ജോലി കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമല്ല, പക്ഷെ അനുഗ്രഹമാണ്. മക്കളെ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമല്ല, പക്ഷെ അനുഗ്രഹമാണ്. വിദേശത്ത് പോകാൻ പറ്റുന്ന ഏറ്റവും വലിയ അനുഗ്രഹമല്ല, അനുഗ്രഹമാണ്. ഏറ്റവും വലിയ അനുഗ്രഹം നിത്യജീവനാണ്. നമ്മുടെ ധ്യാനങ്ങളിലൊക്കെ സൗഖ്യം കിട്ടുന്നവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇതല്ല ഏറ്റവും വലിയ അനുഗ്രഹം, നിത്യജീവനാണ്. ഈ നിത്യജീവനാണ് ഇവൾക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവൾ ആരും അറിയാതെ സൗഖ്യം അടിച്ചെടുത്ത് പോകാൻ നോക്കിയപ്പോൾ ഈശോ അവളെ മനഃപൂർവ്വം പിടിച്ചു നിർത്തി. അവൾക്ക് അല്പ അപമാനമുണ്ടായി. ഒരുപാട് പുരുഷന്മാർ അറിഞ്ഞു, അയ്യോ എനിക്ക് ബ്ലീഡിംഗ് ആണ്, എനിക്ക് രക്തസ്രാവമുണ്ട്. അവളുടെ ശിരസ് കുനിഞ്ഞുപോയി. അവൾക്ക് അല്പം നാണക്കേടുണ്ടായി, അവൾക്ക് അല്പം വേദനയുണ്ടായി, അവൾ അല്പം അപമാനത്തിലൂടെ പോയി. എങ്കിലും അവൾക്ക് കിട്ടിയത് വലിയൊരു ലോട്ടറിയാണ്. അവൾക്ക് കിട്ടിയത് സൗജന്യമായി യേശു ക്രിസ്തുവിലൂടെ ദൈവം വെച്ച് നീട്ടുന്ന നിത്യജീവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, മകളെ എന്ന് വിളിച്ചതിലൂടെ ദൈവം അംഗീകരിക്കുകയായിരുന്നു. യു ആർ മൈ ഡോട്ടർ, നീ എൻ്റെ പൊന്നു മോളാണ്, നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ എൻ്റെ കൃപ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു, നീ എൻ്റെ പൊന്നു മോളാണ്, നീ നിത്യജീവൻ അവകാശമാക്കിയിരിക്കുന്നു, നിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിൽ സന്തോഷിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ അനുഗ്രഹം നിത്യജീവനാണ്. നിങ്ങളിത് സ്വന്തമാക്കിയിട്ടുണ്ടോ? യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടോ? യേശുവിനെ നിങ്ങൾ സ്വന്തമാക്കിയെങ്കിൽ നിങ്ങൾ മരിക്കുമ്പോൾ നരകത്ത് പോകത്തില്ല, നിങ്ങൾ സ്വർഗത്ത് പോകും. കാരണം നിങ്ങളിൽ നിത്യജീവൻ ഉണ്ട്. ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഇത് ദൈവം അവൾക്ക് കൊടുത്തു. മൂന്നാമതായിട്ട് ഈശോ അവളെ കൊണ്ട് സാക്ഷ്യം പറയിച്ച് എന്തിനാണെന്നറിയാമോ? അവളുടെ സാക്ഷ്യം തെറ്റിപ്പോകുമായിരുന്നു. ആരും അറിയാതെ ആൾക്കൂട്ടത്തിലൂടെ കടന്നു ചെന്ന് ഈശോയുടെ വസ്ത്രത്തിൽ തൊട്ടിട്ട് ഇവൾ പുറത്ത് പോയിരുന്നെങ്കിൽ ഇവളുടെ സാക്ഷ്യം എങ്ങനെയായിരുന്നേനെ? രോഗികളെ വരുവിൻ, അന്ധരെ ചെകിടരെ വരുവിൻ, രക്തസ്രാവക്കാരെ വരുവിൻ, നിങ്ങൾ പാത്തുപാത്തി എന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് തൊടണം കേട്ടോ. ഷൂസിലും കാലിലും ചെരുപ്പിലും കയ്യിലും തൊടാൻ നോക്കരുത്. നിങ്ങൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് തൊടണം. അവിടെയാണ് സൗഖ്യം ഇരിക്കുന്നത്. ഞാൻ ആ വസ്ത്രത്തിൻ്റെ അറ്റത്ത് നിന്ന് തൊട്ടതും എനിക്ക് സൗഖ്യം കിട്ടി. ഇതായിരുന്നേനെ അവളുടെ സാക്ഷ്യം. എന്നാൽ അവൾ ഈശോയെ രുചിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പുറത്തിറങ്ങി പറഞ്ഞ സാക്ഷ്യം എങ്ങനെയാണെന്നറിയാമോ? ഇങ്ങനെയായിരിക്കും. പ്രിയപ്പെട്ടവരെ, എനിക്ക് സൗഖ്യം കിട്ടിയെന്നല്ല അവൾ സാക്ഷ്യപ്പെടുത്തുന്നത്, യേശു എന്നെ സുഖപ്പെടുത്തി. എനിക്ക് സൗഖ്യം കിട്ടിയെന്നല്ല അവൾ പറയുന്നത്, കർത്താവ് എന്നെ സുഖപ്പെടുത്തി. ഒരു സാക്ഷ്യം കൂടെ അവൾ പറഞ്ഞു കാണും, എനിക്ക് സൗഖ്യം മാത്രമല്ല കിട്ടിയത്, എനിക്ക് രക്ഷകനെ കിട്ടി, എനിക്കെൻ്റെ ദൈവത്തെ കിട്ടി, ഞാൻ എൻ്റെ രക്ഷകനെ കണ്ടെത്തി, ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടെത്തി, ഞാൻ എൻ്റെ മാർഗം കണ്ടെത്തി, ഞാൻ എൻ്റെ ജീവനായ എൻ്റെ യേശുവിനെ ഞാൻ കണ്ടെത്തി. പ്രിയപ്പെട്ടവരെ, സാക്ഷ്യം എത്രമാത്രം മാറുമെന്നറിയാമോ? നമുക്കറിയാം, ഈശോ ഉയർത്തെഴുന്നതിന് ശേഷം
അവിടെ കല്ലറയിൽ ഈശോ ധരിച്ചിരുന്ന തുണി കിടപ്പുണ്ടായിരുന്നു, വസ്ത്രങ്ങൾ കിടപ്പുണ്ടായിരുന്നു. നല്ല മനോഹരമായിട്ട് ഈശോ അതൊക്കെ അടുക്കി വെച്ചിട്ടാണ് ഉയർത്തെഴുന്നേറ്റ് പോയത്. അപ്പോൾ ശിഷ്യന്മാരായ പത്രോസ് യോഹന്നാനും ഈ തുണി കണ്ടിട്ട് അവർ മടങ്ങിപ്പോയി. എന്നാൽ മഗ്ദലന മറിയം ഈ തുണി കണ്ടിട്ടും പോകാതെ അവിടെ കരഞ്ഞുകൊണ്ട് നിന്നു. ഈശോ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി പ്രത്യക്ഷപ്പെടുകയാണ്. ഇനി ഇവർ രണ്ടുപേരും തമ്മിലുള്ള സാക്ഷ്യത്തിൽ ഒരു വ്യത്യാസമുണ്ട്. പത്രോസ് യോഹന്നാനും പുറത്തുപോയി പറഞ്ഞ സാക്ഷ്യം എന്താണെന്നറിയാമോ? ഞങ്ങൾ അവൻ്റെ തുണി കണ്ടു, ഞങ്ങൾ അവൻ്റെ തുണി കണ്ടു, ഞങ്ങൾ അവൻ്റെ തുണി കണ്ടു, ഞങ്ങൾ അവൻ്റെ തുണി കണ്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു. എന്നാൽ മഗ്ദലന മറിയത്തിൻ്റെ സാക്ഷ്യം ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടു, അവൻ്റെ കൈകളിൽ ആണിപ്പാടുകൾ ഞാൻ കണ്ടു, അവൻ്റെ മുഖത്തെ തേജസ് ഞാൻ കണ്ടു, അവൻ മിന്നലിനേക്കാളും പ്രകാശമുള്ളവനാണെന്ന് കണ്ടു. അവൻ എന്നെ പേര് ചൊല്ലി വിളിച്ചു. ഇതാ നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞവൻ മറിയം എന്ന് വിളിച്ചുകൊണ്ട് എന്നെ പേര് ചൊല്ലി വിളിച്ചു. ഞാൻ അവനെ റബ്ബോനി, ഗുരുവോ എന്ന് തിരിച്ചു വിളിച്ചു. അവൻ എന്നെ ആലിംഗനം ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ എന്നെ സ്നേഹിച്ചു, അവൻ്റെ സ്നേഹം എനിക്ക് പകർന്നു തന്നു. ഈ സാക്ഷ്യമാണോ വലുത്? തുണി കണ്ടു എന്നുള്ള സാക്ഷ്യമാണോ വലുത്? ഇന്ന് അനേകർക്ക് തുണി കണ്ട അനുഭവം മാത്രമേ ഉള്ളൂ. തുണി കാണുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ പ്രവൃത്തി കാണുക എന്നുള്ളതാണ് അർത്ഥം. അതായത് രോഗശാന്തിയെ പറ്റി മാത്രമേ പറയാനുള്ളൂ, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ പോയി, അമേരിക്കയിൽ പോയി, ഇതൊക്കെ നമുക്ക് പറയാനുള്ളൂ. അല്ലാതെ പരിശുദ്ധാത്മാവ് മഴ പോലെ എൻ്റെ മേൽ വന്നു എന്ന ഒരു സാക്ഷ്യം നമുക്ക് എത്ര പേർക്ക് പറയാനായിട്ട് സാധിക്കും? പ്രിയപ്പെട്ടവരെ, 18 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞ ഒരു സാക്ഷ്യം ഞാൻ ഓർക്കുകയാണ്. ഒരു ധ്യാനത്തിൽ പരിശുദ്ധാത്മാവ് മഴ പോലെ എൻ്റെ മേൽ വന്നു, പരിശുദ്ധാത്മാവ് എന്നെ തടകുന്ന അനുഭവം എനിക്കുണ്ടായി. ഒരു തളർവാദ രോഗിയായ കുഞ്ഞിനെ അമ്മച്ചി തടകുന്നത് പോലെ ദൈവം തടകുന്ന അനുഭവം എനിക്കുണ്ടായി. പരിശുദ്ധ മറിയത്തിൻ്റെ സുഗന്ധാഭിഷേകം എനിക്കുണ്ടായി. സുഗന്ധം അനുഭവിക്കാനായിട്ട് സാധിച്ചു. എൻ്റെ ശരീരത്തുകൂടെ ദൈവസ്നേഹം കടന്നു പോയപ്പോൾ എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയെ ഒഴുകി. ഇത്രയും വർഷങ്ങൾ, 4-5 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ധ്യാനത്തിലെ അനുഭവം മറക്കാൻ പറ്റുന്നില്ല, മാഞ്ഞു പോകുന്നില്ല. അവളുടെ സാക്ഷ്യം, അവൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അനുഭവിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, രോഗശാന്തി കിട്ടിയത് പലരും നമ്മൾ മറന്നുപോയി. നമ്മുടെ പല കൗൺസിലിംഗ് അനുഭവങ്ങളും നമ്മൾ മറന്നുപോയി. നമ്മൾ കേട്ട പല പ്രസംഗങ്ങളും നമ്മൾ മറന്നുപോയി. എങ്കിലും ഏതോ ഒരു ധ്യാനത്തിൽ നമുക്ക് കിട്ടിയ ഒരു അനുഭവം, പരിശുദ്ധാത്മാവിലൂടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് തന്ന ഒരു അനുഭവത്തെ ഇത്രയും നാളായിട്ടും നമുക്ക് മറക്കാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ എൻ്റെ അനുഭവം ഓർക്കുകയാണ്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും 1999 ഞാൻ കൂടിയ അതിശക്തമായ അഭിഷേകമുള്ള ഒരു ധ്യാനത്തിൽ പരിശുദ്ധാത്മാവിലൂടെ ഉയർത്തെഴുന്നേറ്റ ഈശോ തന്ന അനുഭവം ഇന്നും മായാതെ നിൽക്കുകയാണ്. ആ അനുഭവം എങ്ങനെ നോക്കിയിട്ടും മാറുന്നില്ല. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ അനുഭവം പച്ച പിടിച്ച് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടാണ് ഒരുപാട് വേദനയുണ്ടായിട്ടും ഈശോ അവളെ കൊണ്ട് സാക്ഷ്യം പറിച്ചത്. കാരണം അവളുടെ സാക്ഷ്യം പോലും തെറ്റിപ്പോകാൻ പാടില്ല. അവൾ മറ്റൊന്നിനെക്കുറിച്ചുമല്ല സാക്ഷ്യപ്പെടുത്തേണ്ടത്, യേശുവിനെ പറ്റിയാണ് അവൾ സാക്ഷ്യപ്പെടുത്തേണ്ടത്. നമ്മുടെ വാ തുറന്നാൽ പുറത്തേക്ക് വരേണ്ട നാമം യേശു എന്നുള്ള നാമമാണ്. നമ്മൾ ഉയർത്തിപ്പറയേണ്ട നാമം യേശു എന്നുള്ള നാമമാണ്. നമ്മൾ മഹത്വപ്പെടുത്തേണ്ട നാമം യേശു എന്നുള്ള നാമമാണ്. അതാണ് കർത്താവ് അവളെ കൊണ്ട് അവിടെ ചെയ്യിക്കുന്നത്. അവസാനമായിട്ട് ഈശോ ജനക്കൂട്ടത്തോടും ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. ഈശോയുടെ യാത്ര ആരംഭിച്ച സമയത്ത് നമ്മൾ 4ാമത്തെ പോയിന്റ് ചിന്തിക്കുന്നത് ഈ ജനക്കൂട്ടത്തിന് കർത്താവ് കൊടുക്കുന്ന ഒരു ഹിഡൻ മെസ്സേജാണ്. അവിടെ ഒളിച്ചിരിക്കുന്ന ഒരു സന്ദേശമുണ്ട്. അതായത് ഈ യാത്ര ആരംഭിച്ച സമയം തൊട്ട് ഏതാണ്ട് ഒരു 10,000-4,000 ആളുകളെങ്കിലും ഈശോയെ തള്ളിക്കൊണ്ട് വരികയാണ്. അവിടെ തള്ളുന്നു, ഇവിടെ തള്ളുന്നു, വട്ടം ചുറ്റുന്നു, കൈകോർത്ത് പിടിക്കുന്നു, ഞെക്കുന്നു, ഉന്തുന്നു. ഇനി ചെയ്യാനായിട്ടൊന്നുമില്ല. തള്ളി 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 ഉന്തി 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 ഈ യാത്ര ജെറിക്കോയുടെ തെരുവീതിയിലൂടെ പോയി ഇസ്രായേലിൻ്റെ റോഡുകളിലൂടെ ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇവർക്കാർക്കും ഒരു അനുഗ്രഹവും കിട്ടുന്നില്ല. ഇവിടെയാണ് പ്രശ്നം. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് വിചാരിച്ച കുറേ പേരും ഉണ്ടായിരുന്നു. യേശുവിനെ തൊട്ടടുത്തും തള്ളിക്കൊണ്ടിരുന്നവർ, ഉന്തിക്കൊണ്ടിരുന്നവർ. അവർക്കാർക്കും ഒരു അനുഗ്രഹവും കിട്ടാതിരിക്കുമ്പോൾ ഇതാ ഒരു പാവപ്പെട്ട സ്ത്രീ വന്ന് വിശ്വാസത്തോടെ തൊട്ട് സൗഖ്യം മേടിച്ചുകൊണ്ട് പോവുകയാണ്. ഇവിടെ ഈശോ നമുക്ക് തരുന്ന ഒരു സന്ദേശം വളരെ ക്ലിയറാണ്. ദൈവം എപ്പോഴും ശ്രദ്ധിക്കുന്നത് ബാഹ്യമായ കാര്യങ്ങളല്ല, നമ്മുടെ ഹൃദയമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ ആറ്റിറ്റ്യൂഡാണ് ദൈവം എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടായെങ്കിലും നമ്മുടെ ഹൃദയം കർത്താവിനോട് ഒത്തിരി സ്നേഹമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും. വിജാതീയരായ ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു ബഹുമാനപ്പെട്ട കന്യാസ്ത്രീ ഒരിക്കൽ പങ്കുവെച്ച ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ആ വിജാതീയ സ്ത്രീ യേശു ക്രിസ്തുവിനെ അറിഞ്ഞു.
ഒരുപാട് പാവപ്പെട്ട വീട്ടിലാണ്. അപ്പം പട്ടിണി മാറാനും കടബാധ്യത മാറാനും ഈശോയോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ: ഈശോയെ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കണം കേട്ടോ, അല്ലെങ്കിൽ നീ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങ് എത്തിച്ചേരും എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായല്ലോ അല്ലേ? പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത പ്രാർത്ഥനയാണ്, പക്ഷെ നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന വരുന്നത്. ഈശോയെ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കണം, അല്ലെങ്കിൽ നീ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്തിച്ചേരും എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാനോ ചിന്തിക്കാനോ കൊള്ളാത്തൊരു കാര്യം നിഷ്കളങ്കമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവളുടെ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും മറുപടി കൊടുക്കുകയാണ്. ദൈവത്തെ തൊടാൻ പറ്റുന്നത് ഒരു ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് മരയിലെ പ്രസംഗം ആരംഭിക്കുന്നത്: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ കൈകളിൽ ഒന്നുമില്ല, അങ്ങയെ പ്രസാദിപ്പിക്കാനുള്ള യോഗ്യത എനിക്കില്ല, അങ്ങയുടെ കരങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാനുള്ള മഹത്വമോ പരിശുദ്ധിയോ എനിക്കില്ല, എൻ്റെ കരങ്ങളിൽ യാതൊന്നും ഇല്ല എന്നുള്ള ബോധ്യമാണ് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. പ്രിയപ്പെട്ടവരെ, 5000 കോടി രൂപ കൈകളിലുള്ള ഒരു വലിയ ധനവാന്റെ മുമ്പിൽ നമ്മളൊരു 1000 രൂപ നോട്ട് കൊണ്ട് ഇങ്ങനെ ആട്ടി ആട്ടി കാണിക്കുകയാണ്. ഇത് കണ്ടോ, 1000 രൂപ കണ്ടോ, 1000 രൂപ കണ്ടോ എന്ന് പറയുമ്പോൾ അയാൾ ഉള്ളിൽ ചിരിക്കുകയാണ്. കാരണം അയാളുടെ കയ്യിൽ 5000 കോടി രൂപ ഇരിക്കുക. അയാളുടെ മുമ്പിൽ ചെന്ന് നമ്മൾ ഈ 1000 രൂപയുടെ നോട്ട് ആട്ടി കാണിക്കുന്നത്. ഇതുപോലെയാണ് പരിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ നമ്മൾ എന്നിട്ട് പറഞ്ഞത്: ദൈവമേ, എന്നെ കണ്ടോ, ഞാൻ ഇന്ന് 14 കരണക്കൊന്ത ചൊല്ലി, കണ്ടോ കണ്ടോ. ദൈവമേ, എന്നെ കണ്ടോ, ഞാൻ ഇന്ന് 9 കൊന്ത കൈവിരിച്ചു പിടിച്ചെന്ന് ചൊല്ലി, കണ്ടോ. ദൈവമേ, എന്നെ കണ്ടോ, ഞാനിന്ന് 4 പള്ളിയിൽ പോയി 4 കുർബാന കണ്ടു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ചെയ്യണം. കൊന്ത ചൊല്ലണം, കരണക്കൊന്ത ചൊല്ലണം, മുട്ടുമേ നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നോണം, ഉപവാസം എടുക്കണേ എടുത്തോ, പട്ടിണി കിടക്കണേ എടുത്തോ, കല്ലിൽ നിന്ന് പ്രാർത്ഥിക്കണേ പ്രാർത്ഥിച്ചോ. പക്ഷെ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കണക്കുമായിട്ട് ദൈവത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ ആത്മാവിൽ ദരിദ്രരല്ല, നമ്മൾ ആത്മാവിൽ സമ്പന്നരാണ്. അവരെപ്പറ്റി പരിശുദ്ധ മറിയം പറയുന്നുണ്ട്: സമ്പന്നരെ വെറും കൈയോടെ ദൈവം പറഞ്ഞയച്ചു. ഒരുപാട് പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹം കിട്ടാത്തതിൻ്റെ ഒരു കാര്യം ഇതാണ്. പ്രാർത്ഥിച്ചിട്ട് അതിൻ്റെ ഒരു ലിസ്റ്റ്, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ചെന്നാൽ നടക്കത്തില്ല പ്രിയപ്പെട്ടവരെ. കാരണം അങ്ങനെ അനുഗ്രഹിക്കുന്നവനല്ല ദൈവം. യേശയ്യായുടെ പുസ്തകം 64-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം പറയുന്നു: ഞങ്ങളുടെ സൽപ്രവൃത്തികൾ അങ്ങയുടെ മുൻപിൽ മലിന വസ്ത്രം പോലെയാണല്ലോ. പ്രിയപ്പെട്ടവരെ, എല്ലാം പ്രാർത്ഥിച്ചതിന് ശേഷവും ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്നുമില്ലാത്തവനായി ഒന്നുമില്ലാത്തവളായി നമ്മൾ നിൽക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വാരിക്കോരി തരും. നാളെ പ്രഭാതത്തിൽ തൊട്ട് നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കിക്കോ. പ്രഭാതത്തിൽ എഴുന്നേൽക്കുക, ഒത്തിരി പ്രാർത്ഥിക്കുക, എന്നിട്ട് ദൈവത്തിന് മുമ്പിൽ ഒന്നുമില്ലാത്ത ഒരാളായിട്ട് നിൽക്കുക. ദൈവമേ, ഞാൻ ഒഴിഞ്ഞ കരങ്ങളുമായിട്ട് വന്ന് നിൽക്കുകയാണ്, എൻ്റെ കൈകളിൽ ഒന്നുമില്ല കേട്ടോ, അങ്ങേക്ക് തരാൻ പാപം മാത്രമേ എൻ്റെ കൈകളിൽ ഉള്ളൂ, അങ്ങേക്ക് തരാൻ പാപം മാത്രമേ എൻ്റെ കൈകളിലുള്ളൂ. സത്യത്തിൽ അതാണ് പ്രിയപ്പെട്ടവരെ സത്യം. ബാക്കിയെല്ലാം ദൈവം നമുക്ക് ദാനമായിട്ട് തന്നതാണ്. അതുകൊണ്ട് ശരിക്കും നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മാറി മറിയാണ്. അനുഗ്രഹങ്ങളുടെ പ്രവാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. ജനങ്ങൾക്ക് ദൈവം ഒരു സന്ദേശം കൊടുക്കുകയാണ്: ഒച്ചപ്പാടും ബഹളങ്ങളും പുറത്തെ ബാഹ്യമായ ഭക്തിയുടെ പ്രകടനങ്ങളും നിങ്ങൾക്ക് എന്നെ സ്വാധീനിക്കാനോ എന്നെ തൊടാനോ ഉള്ള മാർഗമല്ല. ഹൃദയത്തിൻ്റെ നൈർമല്യവും എളിമയുമാണ് നിങ്ങൾക്ക് എന്നെ സ്പർശിക്കുവാൻ ആവശ്യമായിരിക്കുന്നത്. ആ ജനക്കൂട്ടം വായും പൊളിച്ചു നിൽക്കുമ്പോൾ ഒരു പാവപ്പെട്ട സ്ത്രീ വന്ന് സൗഖ്യം വാങ്ങിച്ചു കൊണ്ടുപോകുന്ന അത്ഭുതകരമായ കാഴ്ച നമ്മൾ കാണുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്രായേൽ ദേശത്തിന് രാജാവിനെ തിരഞ്ഞെടുക്കാൻ സമയത്ത് ഒരു രാജാവ് വേണമെന്ന് പറഞ്ഞ് ജനം ബഹളം വയ്ക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുക്കുന്നത് സാവൂളിനെ. ഈ സമയത്ത് സാവൂൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഏറ്റവും ഉയരമുള്ളവനായിരുന്നുവെങ്കിൽ ഒരു 6 അടി 3 ഇഞ്ച് പൊക്കമുണ്ട് സാവൂളിന്. സാവൂൾ ചെയ്തെന്താണെന്നറിയാമോ? അവിടെ കുറേ വിറക് കൂട്ടിയിട്ടിരിക്കുക, തടി, മരം മുറിച്ച കുറേ തടികൾ. ഈ തടിയുടെ ഇടയ്ക്ക് പോയി ഒളിച്ചിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോണേ, ഈ തടിയുടെ ഇടയ്ക്ക് പോയി ഒളിച്ചിരിക്കുക. അപ്പോൾ സാമുവേൽ പ്രവാചകൻ ഇവനെ പിടിക്കുമ്പോൾ ഇവൻ പറയുന്ന വാക്കുകൾ ചെറുപ്പക്കാരനാണ്, ശ്രദ്ധേയമാണ്. ഇവൻ പറയാണ്: ഇസ്രായേൽ കുടുംബങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ കുടുംബമല്ലേ എൻ്റേത്, ഏറ്റവും എളിയ കുടുംബമല്ലേ എൻ്റേത്, ഞാൻ ചെറിയവനല്ലേ എന്ന് പറഞ്ഞ് തടിക്കഷ്ണത്തിൻ്റെ ഇടയിൽ പോയി ഒളിച്ചിരുന്നവനെയാണ് ദൈവം പൊക്കിയെടുത്തുകൊണ്ട് വന്ന് രാജാവാക്കിയത്. സാമുവേൽ പ്രവാചകൻ വന്നപ്പോൾ എന്നെ രാജാവാക്കിക്കുമെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നിന്നവന്മാരെല്ലാം ദൈവം മാറ്റി നിർത്തിയിട്ട് ഒളിച്ചിരുന്ന ഒരുത്തനെ, ഞാൻ ചെറിയവനാണെന്നും പറഞ്ഞ് ഒളിച്ചിരുന്ന ഒരുത്തനെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് ദൈവ രാജാവാക്കി. ഇതാണ് ആത്മാവിൽ ദരിദ്രരായ ഒരു ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീയുടെ സൗഖ്യത്തിലൂടെ ഈശോ നമ്മളെ പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാം, മാതൃകയാക്കാം. നല്ല ഈശോയെ, ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും പലപ്പോഴും ഞങ്ങൾക്ക് മറുപടി കിട്ടുന്നില്ല.
ചിലപ്പോഴെങ്കിലും അപമാനത്തിലൂടെയും വേദനയിലൂടെയും കടന്നു പോകുമ്പോഴും ഞങ്ങൾ അങ്ങയുടെ പദ്ധതികളെ ചോദ്യം ചെയ്യുന്നു. ഇന്ന് കേട്ട വചനം എൻ്റെ ഹൃദയത്തിൽ പ്രാവർത്തികമാക്കുവാൻ, ആ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് കുറച്ചുകൂടി അങ്ങോട്ട് അടുക്കുവാൻ, കുറച്ചുകൂടി അങ്ങേ സ്നേഹിക്കുവാൻ, കുറച്ചുകൂടി മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ താഴ്ത്തുവാൻ, നാവിനെ നിയന്ത്രിക്കുവാൻ, പരിശുദ്ധാത്മ നിറവിൻ്റെ ജീവൻ നയിക്കുവാൻ എനിക്ക് കൃപ തരണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.